നിങ്ങളെ പോലെ നടത്തിയ സമരത്തെ തള്ളിപ്പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വേണ്ട കേട്ടോ, കൈയൊന്നും പൊക്കി ചൂടി അതൊക്കെ കൈവച്ചാ മതി കേട്ടോ, നിന്റെ കൈവച്ചാ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ വരാറിയാക്കി പറയും, മൈക്ക് എടുക്കും പറയും കേട്ടോ. അതൊന്നും വേണ്ട. കേട്ടോ ഇങ്ങോട്ട് വേണ്ട. ഞങ്ങളെ പേടിച്ചു പോയതൊന്നുമല്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തുകാരാ, ഒരുത്തനെ പേടിക്കില്ല കേട്ടോ, ഒരുത്തനെ പേടിക്കില്ല കേട്ടോ. അവിടെ ആരും പേടിപ്പിക്കുന്നത് ഞങ്ങൾ പറയണ്ട കേട്ടോ, ഒരുത്തനെ പേടിക്കില്ല ഞങ്ങള്. ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. ദേശീയപാത നടപ്പാക്കുമ്പോ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിരുന്നെങ്കിൽ കൂവി തോപ്പിക്കാൻ പറ്റരുത്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ, നിങ്ങൾ കൈയടിക്കൂ, ഒക്കെ ആവേശമൊക്കെ നല്ല. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്തോളൂ, ഇടയ്ക്ക് കയറി ചെയ്യാതിരിക്കും പ്ലീസ്. നമുക്കൊരു ജനാധിപത്യം വേണ്ടേ? അപ്പൊ ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വികസനത്തെ പറ്റി വലിയ തോതിൽ വാചാലനായതുകൊണ്ട് മാത്രം ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഈ ഹൈവേ നേരെ അങ്ങോട്ട് പോയി ആലപ്പുഴ ചെന്നാല് കളർകോട് മുതൽ കൊമ്മാടി വരെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. ആ ബൈപ്പാസിന് തറക്കല്ലിട്ട ആളുടെ പേര് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് അറിയായിരിക്കും, TK ദിവാകരൻ എന്നാണ്. പഴയ ബാബു ദിവാകരന്റെ അച്ഛൻ. പണ്ട് സോമൻ പറഞ്ഞ ഡയലോഗാ ഓർമ്മ വരുന്നത്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇട്ട കഥയാണ് ഈ പറഞ്ഞത്. TK ദിവാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ തറക്കല്ലിട്ട ഒരു പദ്ധതി. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ എതിർത്തുകൊള്ളൂ. കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. പേര് ഞാൻ പറയാം: ശശി തരൂര്, കൊടിക്കുന്നിൽ സുരേഷ്, AK ആന്റണി, വയലാർ രവി, KV തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, E അഹമ്മദ്, ഒരാളും കൂടിയുണ്ട്, ഞാൻ മറന്നുപോയി, വേണുഗോപാൽ, സോറി, കറക്റ്റ്. 8 കേന്ദ്രമന്ത്രിമാർ. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേന്ദ്രം കോൺഗ്രസ് ഭരിച്ച ഒരു കാലഘട്ടം മറന്നു പോകരുത്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അതായത് ആ ബൈപ്പാസിന് തറക്കല്ലിട്ടിട്ട് 42 വർഷം എടുത്തു സാർ. ഒന്നും രണ്ടുമല്ല, 42 വർഷം. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. 42 വർഷം ആ കല്ല് അവിടെ കിടന്നിരുന്നു. 8 കേന്ദ്രമന്ത്രിമാർ, 2 മുഖ്യമന്ത്രിമാരുണ്ടായ ജില്ലയാണ്, VS അച്യുതാനന്ദനും AK ആന്റണിയും. ഞാൻ ഈ പറഞ്ഞ 8 കേന്ദ്രമന്ത്രിമാരിൽ 4 പേർ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. വയലാർ രവി അന്നത്തെ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി, AK ആന്റണി അന്നത്തെ പ്രതിരോധ മന്ത്രി, KC വേണുഗോപാൽ അന്നത്തെ ടൂറിസം വ്യോമയാന മന്ത്രി, കൊടിക്കുന്നിൽ സുരേഷ് അന്നത്തെ തൊഴിൽ വകുപ്പ് സഹമന്ത്രി. ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല സർ. 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ് ബൈപ്പാസ് തുറന്നു കൊടുത്തത്. പോയി ചത്തുടടാ, കൂടുതൽ പറയരുത്. കൊല്ലം ബൈപ്പാസ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് അത് പൂർത്തിയായി. അതെ, കറക്റ്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട്, അല്ല പിന്നെ എങ്ങനെയാ? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഭരിച്ചോണ്ടാ. നരേന്ദ്രമോദി പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി, നിതിൻ ഗഡ്കരി, ഇത്തരം വികസനം കൃത്യമായി നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ടോ? അല്ല, നമ്മള് നല്ലത് അദ്ദേഹത്തിന്റെ അവസരമാണ്, അതേ പറയട്ടെ. കൊല്ലം ബൈപ്പാസ് 41 വർഷമാണ് രണ്ടാം ഒരു കല്ലെടുത്ത് വെക്കാൻ കാത്തുകിടന്നത്. കൊല്ലം ബൈപ്പാസ് അതവിടെ നിൽക്കട്ടെ ചേട്ടാ, പറയാം. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, നിതിൻ ഗഡ്കരി പറഞ്ഞു നിങ്ങൾ വന്നതിന് ശേഷം തടസ്സം മാറി. അബ്സല്യൂട്ട്ലി കറക്റ്റ്. കാരണം എന്താ അറിയോ? ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. ദേശീയപാത നടപ്പാക്കുമ്പോ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാ. കേൾക്കൂ സർ, ഞാൻ ചോദിക്കുന്നത് എന്താ കേരളത്തിൽ എങ്ങനെ പറയണേ? ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാതയും ഗെയിലും നടപ്പാക്കിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാ. തർക്കം എന്താ കരുതി? ശരി, ഇച്ഛാശക്തി. ഇതിന്റെ ഫണ്ട് എവിടുന്നാ കൊടുത്തേ? കിഫ്ബി വഴിയല്ലേ കൊടുത്തേ? നിങ്ങൾ ആക്ഷേപിക്കുന്ന കിഫ്ബി വഴിയല്ലേ ഞങ്ങൾ 5200 കോടി കൊടുത്തേ? സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് ഇവിടെ ദീപ് സൂചിപ്പിച്ചല്ലോ, ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടല്ലേ? ശരി, അപ്പൊ നടപ്പാക്കാൻ
വികസനം നടപ്പാക്കാൻ എന്നെ പറയാൻ ഇച്ഛാശക്തിയും ആർജവുമുള്ള ഭരണാധികാരി വേണം. ഇവിടെ സന്ദീപ് സമ്മതിച്ചല്ലോ, പിണറായി വിജയൻ എന്ന ആള് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നടക്കുന്നത്. ഒരൊലക്ക കിട്ടുമോ? ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ പറയട്ടെ, അതേ പൂർത്തിയാകട്ടെ. കേന്ദ്ര സർക്കാർ ദേശീയപാത കൺസീവ് ചെയ്തത് 60 മീറ്റർ വീതിയിലായിരുന്നു. കേരളത്തിന് 60 മീറ്റർ വേണ്ട എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ അയച്ച കത്ത് കേന്ദ്ര ഗവൺമെന്റ് കൈവശമുണ്ട്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങനെ പറയരുത്, അനസെ അങ്ങനെ പറയട്ടെ, പറയരുത്. അനസെ പറയട്ടെ. സർവകക്ഷി സംഘമാ ഇടക്കിടപെടും. സർവകക്ഷി സംഘമാ നിങ്ങൾക്ക് ആ പറയാം, സർവകക്ഷിയിൽ അതേ BJP ഇല്ല സർ. ആ. ആ സർവകക്ഷി ആരാ? CPM ഉം കോൺഗ്രസും. ഞങ്ങളാണ് സർ, അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു സർ, ഞങ്ങൾ തന്നെയാണെന്ന് കേൾക്കട്ടെ സർ. അല്ല, നിങ്ങളെ പോലെ നടത്തിയ സമരത്തെ തള്ളിപ്പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് G. സുധാകരനാണ് പൊതുമരാമത്ത് മന്ത്രി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത സുധാകരൻ, കുലംകുത്തി സുധാകരൻ, വർഗവഞ്ചകൻ സുധാകരൻ, ഓക്കെ, അദ്ദേഹമാണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി. വർഗവഞ്ചന കാണിക്കുന്നവരെ പിന്നെ ചക്കരമുത്തേന്ന് വിളിക്കാൻ പറ്റുമോ? വർഗവഞ്ചന കാണിക്കുന്നവർ വർഗവഞ്ചന എന്ന് വിളിക്കും. അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കുടുംബക്കാര്യം, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഞങ്ങൾ എന്തോ പറയണോ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കുക. ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ പറയും, അത് ഏത് വേദി ചെന്നാലും പറയും. ശരി, ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അന്ന് G. സുധാകരനും പിണറായി വിജയനും ചേർന്ന് പറയല്ലേ, മറുപടി നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യം കൃത്യമാണ്. കേന്ദ്ര സർക്കാരിന് 25% തുക തരാമെന്ന് പിണറായി വിജയൻ സമ്മതിച്ചതാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. ആദ്യഘട്ടത്തിൽ കേരളം കൊടുത്തിട്ടുമുണ്ട്, സമ്മതിക്കുന്നു. സമ്മതിച്ച് നിങ്ങൾ ചോദിച്ചോണ്ടാ. അങ്ങനെ ഇടപെടാതിരിക്കുക പ്ലീസ്. നിങ്ങൾ ഇങ്ങനെ അദ്ദേഹം ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തിനാണ് ഈ ഒരു ആക്രാന്തം? പ്രതിപക്ഷ മര്യാദ കാണിക്കേ. നിങ്ങൾ പറയുന്നതിനകത്ത് ഇടപെടാനല്ല നിങ്ങൾക്ക് ഏകപക്ഷമായി. എന്നാ പിന്നെ നിങ്ങൾ BJP എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങൾ സംസാരിച്ചു, അനസലി സംസാരിച്ചു, അതേ സംസാരിക്കട്ടെ. അതൊന്നും വേണ്ട കേട്ടോ. കൈയൊന്നും പൊക്കി ചൂടി അതൊക്കെ കൈവച്ചാ മതി കേട്ടോ. നിന്റെ കൈവച്ചാ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ വരാനറിയാക്കി പറയും, മൈക്ക് എടുക്കും പറയും കേട്ടോ. അതൊന്നും വേണ്ട. ഹലോ, ആ വേണ്ട കേട്ടോ. അല്ലേ രണ്ട്, ഇവിടെ നിയമത്തെന്ത് വികസനം എന്ന് ചോദിച്ചു. നിയമത്തെ വികസനത്തിന്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നത്. ഓക്കെ പ്ലീസ് മറുപടി പറയട്ടെ. സന്ദീപ് പ്രിയപ്പെട്ട ഹരിപ്പാടിന്റെ രാഷ്ട്രീയം എന്നാണ് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടത്. കോൺഗ്രസ്സുകാരൻ പിണങ്ങിപ്പോയപ്പോ CPM-കാരനും പുറകെ അങ്ങ് പോയി. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് CPM-നെ സ്പോൺസർ ചെയ്യുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ വലിയ തെളിവ് വേണോ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.